Good morning all. ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ഡേ നമുക്ക് ചെറിയൊരു പ്രയറോട് കൂടി തന്നെ തുടങ്ങാം. ഓക്കെ, താങ്ക് യു. പെട്ടെന്നാണ് മൈക്കൊന്ന് ഓൺ ചെയ്യാൻ പറഞ്ഞ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കിച്ചണിലായിരുന്നു, അത് ഇത്തിരി ടൈം എടുത്തത്. എന്തായാലും എന്തോ ഒരു കാരണത്തെ നമ്മുടെ മാഡത്തിന് പറ്റിയില്ല. എന്തായാലും അടുത്തൊരു ഡേ നമുക്കവർക്ക് കൊടുക്കാം MC-ക്ക് വേണ്ടിയിട്ട്. കഴിയുമെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം കഴിയുന്നതിനുള്ളിൽ ജസ്റ്റ് ഒന്ന് അവർ സംസാരിച്ചോട്ടെ. ഓക്കെ, എന്തായാലും ജസ്റ്റ് എന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലൊന്ന് പരിചയപ്പെടുത്താം. പേര് സെലീന, വിടാനക്കര. ഇതിലേക്ക് വന്നിട്ട് 2 മാസത്തോളായി. എന്തായാലും കൂടുതലായിട്ട് സംസാരിക്കുന്നതിന്റെ ടൈമൊന്നും ഒരുപാട് വൈകിപ്പോയി. നമ്മളെന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിനും അതേപോലെ തന്നെ നുസ്രത്ത് മാഡത്തിനും നമ്മുടെ ടോപ്പ് എറ്റിനും അതിലുപരി എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എന്റെ കൈകളിൽ എത്തിച്ചിട്ടുള്ള എന്റെ അപ്ലൈനർ റഹിന മാഡത്തിനും അതൊക്കെ മീതെ പിന്നെ എന്റെ കൂടെ എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്റെ ടീം മെമ്പേഴ്സിനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷനിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി എന്റെ അപ്ലൈനുമായിട്ടുള്ള റഹീന മാഡത്തിനെ ഞാൻ ഒരു സൂമിലേക്ക് വളരെ സ്നേഹത്തോടും എല്ലാവരുടെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് ഒരു കേൾക്കുന്നില്ലേ? ഞാനാണ് കേറുന്നത്. സോറി, അറിഞ്ഞിട്ടില്ല. സോറി ഒന്ന് പറയണ്ടേ. ഞാൻ ഫോട്ടോയിൽ കണ്ടത്, ഞാൻ ആ ഫോട്ടോ, ഞങ്ങൾക്ക് ഇന്നലെ ഒരു മരണം ഉണ്ട്, അപ്പൊ അതിന്റെ കൂടുതൽ ഒരു വെപ്രാളം തിരക്കിലാണ്. അപ്പൊ ഒന്നും മനസ്സൊന്നും സത്യം പറഞ്ഞാൽ ഓക്കെ അല്ല. അപ്പൊ അങ്ങനെ സോറി. എന്തായാലും നമ്മൾ അജീഷ് ഭായി ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ നല്ല ട്രെയിനറും കൂടെയാണ്. ഇന്നലെ നല്ലൊരു അടിപൊളി അച്ചീവ്മെന്റ് മീറ്റിംഗ് കാര്യങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ എടപ്പാട് വെച്ച് നടന്നു. ഭയങ്കര സംഭവം, എല്ലാവരും ഭയങ്കര എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ടാണ്. എന്തായാലും ഇവിടുന്ന് ഇതുവരെ ഞങ്ങൾ ചെയ്ത ബിസിനസ് ഒന്നും ആവില്ല, ഇനി ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് ഇതിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാക്ക് തരികയാണ് ഇൻഷാ അല്ലാഹ്. എന്തായാലും വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെല്ലാവരുടെ ഇഷ്ടത്തോട് സന്തോഷത്തോടു കൂടി ഞാൻ അജീഷ് ഭായിനെ അതിലേക്ക് വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം അജീഷ് ഭായ്. ഓക്കെ സെലീന മാഡം, വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ മീറ്റിംഗിൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റുകളാണല്ലോ അല്ലേ? പ്രതീക്ഷ ആളുകളല്ലെന്ന് ആരും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് ഓൾ. എനിക്ക് ആരും കാണില്ല, കുറച്ച് ആൾക്കാരെങ്കിലും കാണട്ടെ. ഓക്കെ, കുറച്ച് ആൾക്കാരെ മുഖങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എന്നും കാണാറുള്ള ആൾക്കാരനെ. അപ്പൊ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ റഹീന മാഡം ആയിരുന്നു നമുക്ക് സെഷൻ കൈകാര്യം ചെയ്യാൻ പറ്റേണ്ടത്. അവർക്കൊരു മരണം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഒരാള് മാറി എന്നുള്ളത്. അതായത് താഹിറ മാഡം ആയിരുന്നു MC ആയിട്ട് വരേണ്ടിരുന്നത്. അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊരു തടസ്സങ്ങളൊക്കെ നല്ലതിനാണല്ലോ അല്ലേ? പെട്ടെന്ന് തന്നെ സെൽഫ് വന്ന് MC ആയി ആവേണ്ടി വന്ന്, അതുപോലെ തന്നെ പെട്ടെന്ന് ഞാനും സെഷൻ കൈകാര്യം ചെയ്യേണ്ടി വന്ന്. അപ്പൊ എന്തായാലും എല്ലാം നല്ലതിനാണ്. അപ്പൊ ഞാനിന്ന് എന്തായാലും എന്റെ ഒരു എക്സ്പീരിയൻസും പ്ലസ് ഞാൻ എന്തെങ്കിലും ടോപ്പിക് ആയിട്ട് വരാം. കാരണം വളരെ ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഇന്ന് ഒരു സെഷൻ ആണെന്നുള്ളത് അറിയണത്. ഞാൻ സാധാരണ PPT വെച്ചിട്ടാണ് സെഷൻ എടുക്കാറുള്ളത്. എന്നാലും കുഴപ്പമില്ല, എന്നാലും സന്തോഷം. കാരണം ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് 8 ലീഡേഴ്സിനോടും നമ്മുടെ മാനേജ്മെന്റിനോടും നുസ്രത്ത് മാഡത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാല്ലേ. എന്നൊന്ന് പരിചയപ്പെടുത്തുന്നത്, എന്റെ പേര് അജീഷ് എന്നാണ്. എന്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ പുറത്തൂർ എന്നൊരു ഗ്രാമത്തിലാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം, ആ പുറത്തൂരിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയണത് പോലെ തന്നെ തിരൂർ പുഴ, ഭാരതപ്പുഴ, അറബിക്കടലും ഒന്നാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമായിരിക്കും, അറിയാത്ത ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 77 ദിവസമായി ടെസ് എന്നൊരു കമ്പനിയുമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ട് ഇന്നേക്ക് 77 ദിവസമായി. ഈ 77 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. കാരണം എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇതിലുണ്ടാവും. എന്നാലും ഞങ്ങളൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് പറയണത്. ഈ ഒരു കമ്പനിയോട്ട് 77 ദിവസമായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് അഭിമാനിക്കാം.
കാരണം വളരെ 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 സന്തോഷത്തിലാണ് ഇപ്പൊ നിന്ന് നിൽക്കുന്നത്. എല്ലാം കൊണ്ടായാലും. കാരണം ഞങ്ങളൊരു വലിയൊരു ട്രാജഡി എന്നാണ് ഞങ്ങൾ ഈ ഒരു കമ്പനിയിലേക്ക് വരണത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ആ വരണ സമയത്തൊക്കെ ഞങ്ങളുടെ ഒട്ടനവധി കാര്യങ്ങൾ, കാരണം നല്ല രീതിയിൽ ഒന്നിനും ഉണ്ടായിരുന്നില്ല. കാരണം അത് പറയുമ്പോ ഫ്ലാഷ് ബാക്ക് ഞാൻ പറയണില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ. അതിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഏതൊരാളും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുമ്പോ ഒരു പക്ഷെ അവരുടെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വരെ എന്തുണ്ടാവില്ല, പൈസ ഒന്നും ഉണ്ടാവില്ല. കാരണം ആ ഒരു കാര്യത്തിന് ഞങ്ങൾ ടോപ്പ് 8നോട് ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടായ സമയത്തും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്നിരുന്നതായിരുന്നു ടോപ്പ് 8 ആയിരുന്നു. ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് എവിടേക്ക് ഓടാനായിട്ടുണ്ടായിരുന്നത്. ആ ടോപ്പ് 8ലൂടെയാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒന്ന് വന്നു. പക്ഷെ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 77 ദിവസം കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ ഒരു കുറച്ച് ദിവസമായിട്ട് അവരെന്തിനു വിളിക്കാറില്ല. ഒന്ന് ഞങ്ങൾ പക്ക ഫ്രീ ആക്കി വിട്ടുകൊടുക്കാറാണ് അവരെ. അതിലൂടെയൊക്കെ വന്ന് ഇന്ന് ഏകദേശം നല്ല രീതിയിൽ, കാരണം എന്താ പറയാ, അങ്ങനെ പറഞ്ഞത് ശരിയില്ല, എന്നാലും പറയണം, നല്ല രീതിയിൽ ഞങ്ങൾക്ക് എന്തുണ്ട് ടെസ്റ്റിലൂടെ കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതില് ഉപരി എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ ഒരു കമ്പനിയില് ഗോൾഡ് എന്ന റാങ്കിൽ ഞങ്ങൾ എത്തി എന്നുള്ളതാണ്. കാരണം ഏതൊരാളും നോക്കി കാണുന്നത് ഗോൾഡ് റാങ്ക് എന്നുള്ള ആ റാങ്കിൽ എത്തുക എന്നുള്ളതാണ്. ഏതൊരാളും ടെസ്റ്റ് ഏറ്റെടുത്ത ആളുകള്, കാരണം അവര് ഒരു ഫോറക്സ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഒരു ആഗ്രഹമാണ് എത്രയും പെട്ടെന്ന് ഗോൾഡ് ആവണം എന്നുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സാലറി പേഴ്സൺ ആയിട്ട് മാറും അല്ലെ. ഒരു $500 സാലറി കിട്ടും. പക്ഷെ അത് $500 എന്നുള്ളതല്ല, പക്ഷെ അത് നമുക്ക് $500 കിട്ടുമ്പോഴേ അറിയുള്ളൂ ആ $500 എത്ര ചെറുതാണെന്നുള്ളത്. $500 സാലറിയിലേക്ക് എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളത് ആ $500 എത്ര ചെറുതാണെന്നുള്ളത്. അതിലും കൂടുതലാണ് നമുക്ക് ഒരു മാസം വരുമാനം കിട്ടുന്നത്. അപ്പോ ആ ദൈവാനുഗ്രഹം കൊണ്ടും നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് കൊണ്ടും നമുക്ക് എന്ത് ഗോൾഡ് റാങ്കിൽ എത്താൻ പറ്റുന്നുള്ളതാണ്. അതിന് ഞാൻ നമ്മളെ RR ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളോടും വളരെയധികം നന്ദി പറയാണ്. കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്താൻ ഉണ്ടായ കാരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ RR ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4 ആളുകൾ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം ഒന്ന് അജീഷ് എന്നാണ്, ഒന്ന് റഹീനയാണ്, പിന്നെ അടുത്തത് അരുൺ എന്ന് പറഞ്ഞ ഒരാളാണ്, അത് കഴിഞ്ഞ് പിന്നെ ഒരാള് റെമി എന്ന് പറഞ്ഞ. ഇങ്ങനെ 4 പേര് കൂടിയിട്ടുള്ളതാണ് ഈ RR ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവരുടെ കീഴിലാണ് ഈ ഒരു RR ഓർഗനൈസേഷൻ നടക്കുന്നത്. ഈ 77 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എക്സ്പീരിയൻസിൽ ഒരു കാര്യം കൂടെ പറയാം. കാരണം ടോപ്പ് 8ന്റെ ചരിത്രത്തില് ആദ്യത്തെ അച്ചീവേഴ്സ് മീറ്റ് ഞങ്ങൾക്ക് വെക്കാൻ കഴിഞ്ഞുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഏകദേശം ഒരു 55ഓളം ആളുകളെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഇന്നലെ. അത്രയും അച്ചീവേഴ്സ് നമുക്ക് ഒരു അച്ചീവേഴ്സ് മീറ്റ് നടത്താൻ പറ്റുന്നുള്ളതാണ്, അത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ട്. ഇവിടൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട്, വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിച്ചെന്നാല് നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. കുറഞ്ഞ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ്. അതുപോലെ തന്നെ വളരെ നമുക്ക് ആളുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന റിയൽ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഉള്ള ഒരു കമ്പനി കൂടെയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്ത് ഈ ഒരു 77 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം നമ്മള് ഏതൊരു കൺസെപ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇതിന്റെ പ്ലാന്, എന്തൊക്കെയാ ലാഭമാണ് ഇതിന് കിട്ടുക എന്നൊക്കെ ആയിരിക്കും നമ്മളോട് ഏതൊരു കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോഴും നമ്മുടെ അടുത്ത് ആളുകൾ ചോദിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത്, ഞാൻ ഇനി എന്റെ ഒരു ടോപ്പിക്ക് കിടക്കാം. കാരണം ഞാനിപ്പോ ആഗ്രഹിച്ചത് ഞങ്ങളുടെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, 77 ദിവസത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ എന്താ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർ അറിയണതല്ലേ. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എവിടെ എത്താൻ പറ്റും. അത് എത്താൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാറ്റ്ഫോം ആണ് പ്രോജക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി. ഇനി ഞാൻ ഒരു ചെറിയൊരു ടോപ്പിലേക്ക് കിടക്കാം. കാരണം നമുക്ക് വേണ്ടത് വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. ഇത് രണ്ടും ഉണ്ടാവുന്നത് എവിടുന്നാന്ന് നമുക്ക് അറിയോ? സ്ലൈഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പറയേണ്ടി വരണം കേട്ടാ.
കാരണം ഇതൊരു സ്ലൈഡോട് കൂടി കാണിച്ചു തരേണ്ടതായിരുന്നു. നമുക്ക് വിശ്വാസം, ആത്മവിശ്വാസം, ഇത് രണ്ടും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടും വിശ്വാസം തന്നെയാണല്ലേ? ഇതെന്താ അജീഷ് ഭായി വന്നിട്ട് രാവിലെ തന്നെ അവിശ്വാസത്തിനെ പറ്റി പറഞ്ഞത്, അല്ല ആത്മവിശ്വാസത്തിനെ പറ്റി പറഞ്ഞു. കാരണം നമുക്ക് വിശ്വാസം നമുക്ക് എവിടുന്നാ ഉണ്ടാവുക? നമ്മളെ അറിവിൽ നിന്നാണ്, അല്ലെ? യെസ് ഓർ നോ? ഞാനിങ്ങനെ ചിലപ്പോ ഇങ്ങോട്ട് ചോദിക്കൂട്ടാ, കാരണം എനിക്ക് സ്ലൈഡ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ലില്ലി മേഡം ട്രെയിനിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. നമ്മുടെ വിശ്വാസം നമുക്ക് അറിവിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അല്ല ഫാത്തിമ മേഡം? അറിവിൽ നിന്നല്ലേ? അറിവിൽ നിന്നാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നത്. നമുക്ക് അറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അനുഭവം. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? അറിവുണ്ടാവുള്ളൂ. ആ അറിവാണ് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസമായിട്ട് മാറുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഏതിനൊക്കെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം? നമ്മുടെ കമ്പനിനെ കുറിച്ച് അറിവ് വേണം, നമ്മുടെ മാനേജ്മെന്റിനെ കുറിച്ച് അറിവ് വേണം, നമ്മള് പ്രോജക്റ്റിനെ കുറിച്ച് അറിവ് വേണം, നമ്മൾ എങ്ങണ്ടാ പോണെന്നുള്ള അറിവ് വേണം, നമ്മൾ എവിടെ എത്തി നിൽക്കണം എന്നുള്ള അറിവ് നമുക്ക് വേണം, വേണ്ടേ? അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ കമ്പനിനെ കുറിച്ച്, പ്ലാനിനെ കുറിച്ചിട്ട്. പ്ലാൻ ഇതിൽ എല്ലാ ആളുകൾക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്, അല്ലെ? എന്നാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാം. കാരണം നമുക്കുള്ള പ്ലാനിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാല് 2x പ്ലാൻ ആണ്. 2x പ്ലാൻ ആണ് നമുക്കുള്ളത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരാള് നമ്മോട് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ പ്ലാൻ എന്ത് പ്ലാൻ ആണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 തരത്തിലുള്ള പ്ലാൻ ആണ് ഉള്ളതെന്ന് നമുക്ക് ആദ്യം പറയാൻ നിശ്ചയം വേണം. 2 തരത്തിലുള്ള പ്ലാനാണ് നമുക്കുള്ളത്. ഒന്ന് 2x പ്ലാൻ ആണ്, ഒന്ന് 4x പ്ലാൻ ആണ്. 2 തരത്തിലുള്ള പ്ലാനുകൾ ഞങ്ങൾക്ക് ഉണ്ട്. ഈ 2 തരത്തിലുള്ള പ്ലാൻ ആണ്. ഏതൊക്കെ 2 തരം? 2x പ്ലാനും 4x പ്ലാനും ആണ് എന്ന് പറയാൻ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതറിയാതെ നമ്മൾ ഒരാളോട് സംസാരിക്കരുത്, ഈ ഒരു പ്രൊജക്ടിനെ പറ്റി സംസാരിക്കരുത്. 2x ആണ് 4x ആണെന്ന് അറിയാത്ത ആളുകൾ. പിന്നെ നമുക്ക് അതിൽ എന്താ നമുക്ക് പറയാനുള്ളത്? 2x എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും ഒരു ഇൻവെസ്റ്റർ ആണ്, ഒരു വർക്കറാണ്. 2x ഉം 4x എന്താന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? 2x എന്ന് പറഞ്ഞാല് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്, 4x എന്ന് പറഞ്ഞാല് വർക്കിംഗ് പ്ലാൻ ആണ്. 2x പ്ലാനിൽ എത്ര എമൗണ്ട് നിങ്ങൾ ഇട്ടാലും, എത്ര ഡോളർ നിങ്ങൾ ഇട്ടാലും മിനിമം നിങ്ങൾക്ക് $100 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. $100 മുതൽ എത്ര ഡോളർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ 2 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഇനി പറയേണ്ടത് 4x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ 4x ക്രൈറ്റീരിയ ഉണ്ട്. അതൊരു വർക്കിംഗ് പ്ലാൻ ആണ്. ഒരു വർക്കർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മള് ഡയറക്റ്റ് 5 പേരെ നമ്മൾ റെഫർ ചെയ്തിരിക്കണം. 5 പേരെ നമ്മൾ റെഫർ ചെയ്തിരിക്കണം. അതിൽ ഏതെങ്കിലും ആളുടെ 3 ലെവൽ ബിസിനസ് താഴത്തേക്ക് ഇറക്കിയിരിക്കണം. 5 പേരെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യണം. അതിൽ ഏതെങ്കിലും ഒരാള് 3 ലെവൽ ആളുടെ ബിസിനസ് താഴത്തേക്ക് ഇറക്കിയിരിക്കണം. നിങ്ങൾ എത്ര ഡോളറിനാണോ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഡോളറിന്റെ ഇതാണോ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ 10 ഇരട്ടി ബിസിനസ് നിങ്ങളെ ടോട്ടലി ടീമിൽ നിന്ന് വരണം എന്നുള്ളതാണ്. ഈ ഒരു 3 ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ വർക്കറായിട്ട് കമ്പനി പരിഗണിക്കും. നിങ്ങൾക്ക് 4x ആയിരിക്കും കിട്ടുക. നിങ്ങൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ 4 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് വളരെ വ്യക്തമായിട്ടും ഭംഗിയായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും, അല്ലെ? നമുക്ക് വിശ്വാസം ഉണ്ടാവും, അല്ലെ? നമുക്ക് ആ ഒരു കാര്യത്തിൽ വിശ്വാസം നമുക്ക് കിട്ടണം, നമ്മൾ അനുഭവിക്കണം. എല്ലാം വരുമ്പോഴാണ് നമുക്കത് എന്തെങ്കിലും കൂടുതലായിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ. പറയൽ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് അത്ര കൂടുതൽ വിശ്വാസം ഉണ്ടാവൂല. കാരണം ഒരു ഐഡി പോലും ആക്ടിവേഷൻ ചെയ്യാതെ, ഒരു $100 പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ ഒന്ന് പഠിക്കട്ടെ, ഞാൻ പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് അവരോട് ചോദിക്കുകയാണെങ്കിലും അവരെന്താ പറയാ? ഞാൻ ഒന്ന് പഠിക്കട്ടെ എന്ന് തന്നെയാണ്. കാരണം എന്തായാലും അവർക്ക് വിശ്വാസമില്ല, ഇതിനെക്കുറിച്ച് അറിവില്ല. ഇത് കിട്ടുന്നുണ്ടോന്ന് പറച്ചില് മാത്രമേ ഉള്ളൂ, അവർ ഫീൽ ചെയ്യണില്ല.
വേണ്ടേ നമുക്കൊന്ന് ഫീൽ ചെയ്യണം, എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൊജക്ട് നമ്മളെ കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ നമ്മൾ $100 ആക്ടിവേറ്റ് ചെയ്ത് ഡെയിലി നമുക്ക് 0.7% ടു 1.2% വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ എമൗണ്ട് നമ്മളെ ട്രസ്റ്റ് വാലറ്റിലോ ടോക്കൺ പോക്കറ്റിലോ മാസ്കിലോ ഏത് വാലറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ USDT കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്ത ഒരു INR ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു സാധനം ബിലീഫ് നമുക്ക് വരും, വിശ്വാസം നമുക്ക് വരും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ നല്ല അറിവ് വേണം. കാരണം ഏതൊരാളും നമ്മോട് ചോദിക്കും നിങ്ങളുടെ കമ്പനിയുടെ മാനേജ്മെന്റ് ഏതൊക്കെയാണ്, ആരാണ് നമ്മുടെ മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നിശ്ചയം വേണം. അഡ്വക്കേറ്റ് കെവിൻ സാറാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ, അല്ലെ മാർക്കറ്റിംഗ് ഹെഡ്. അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്പർ ആയിട്ടുള്ള രഞ്ജിത്ത് റോബോട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടർ ആയിട്ട് വരുന്നത് ഉബക്കർ സിദ്ദീഖാണ് എന്നുള്ള പറയാനുള്ള ഒരു അറിവ് നമുക്ക് മാനേജ്മെന്റിനെ കുറിച്ച് അറിയണം. പിന്നെ നമ്മുടെ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊജക്ടുകൾ ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് ഇൻകം കൊടുക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് നാളെ അതായത് നിങ്ങൾ ഒരുപാട് ഐഡിയകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്, ഈ പൈസ വന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതിന് ഇൻകം കൊടുക്കാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഈ അതിനെ കുറിച്ച് അറിവുണ്ടെങ്കിലല്ലേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമ്മളത് കമ്പനി പൈസ തിരിച്ചാളുകൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആ അറിവ് നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് ഏതൊക്കെ പ്രൊജക്ടുകളാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയണം, അല്ലെ. ഈ പ്രൊജക്ടുകളെ പേര് നമുക്ക് നിശ്ചയം വേണം. എല്ലാ പ്രൊജക്റ്റും നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, ടെസ്റ്റ്വേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ പ്രൊജക്ടുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾ എല്ലാ പ്രൊജക്ടുകളെ കുറിച്ച് ഒന്ന് പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ പ്രൊജക്ടുകളൊന്നും ആളുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല ഇത് ലയിക്കൂല. അത്രയും കൂടുതൽ പ്രൊജക്ടുകളുടെ കമ്പനിയാണ് പ്രോജക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പമുള്ള ഒരു പ്രോജക്റ്റ് ആണ് പെപ്പെ കുബേര എന്ന് പറഞ്ഞിട്ട്. പെപ്പെ കുബേര എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇന്ന് ടെലിഗ്രാമിൽ ഏറ്റവും വൈറലായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് പെപ്പെ കുബേര. പിന്നെ ടെസ്റ്റ് ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ. കാരണം എന്റെ മകനൊക്കെ എന്താണ് ഫ്രീ ഫയർ അങ്ങനത്തെ ഒരു ഗെയിമിലായിരുന്നു അഡിക്റ്റ് ആയിരുന്നത്. കാരണം ഞാനത് നല്ലതെന്നല്ല പറഞ്ഞു വരുന്നത്. കാരണം അവരൊക്കെ എന്താണ് കളിച്ച് പിന്നെന്ത് ചെയ്ത് റീചാർജ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. ഫോണ് റീചാർജ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അപ്ഡേറ്റ് ചെയ്ത് പോണ എമൗണ്ട് എത്രയാണ്, 1000, 3000, 4500 റുപ്യന്റെ ഒക്കെ അപ്ഡേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈഫിന്റെ ഫോണായിരുന്നു അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത്. പാസ്വേഡ് അവന് അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആളിടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യും. ഒരു ദിവസം ഞാനിങ്ങനെ എന്തോ ആവശ്യത്തിന് പൈസ എടുക്കാൻ നോക്കിയപ്പോ അതിന് പൈസ ഇല്ല. പോയി ചോദിക്കുമ്പോ എന്താണ് ഗൂഗിൾ പ്ലേ റീചാർജ് എന്നാണ് കാണിക്കുന്നത്. കാരണം കംപ്ലീറ്റ് പൈസ അങ്ങടെ അടുത്തുള്ളത്. അപ്പൊ അത്രയും ഗെയിമിന് പിള്ളേരെന്താണ് അഡിക്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഗെയിമും എന്താണ് നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്. ഇപ്പൊ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പെപ്പേക്ക് പറയുന്ന ടാപ്പിംഗ് ഗെയിമാണ് പോലും കൊടുത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ ക്രഷ്, ടെസ്റ്റ് ക്രഷും അത് ഭയങ്കര കളിയാണ് ഇപ്പൊ അതില്. കാരണം എത്രയോ ആയിട്ടുണ്ട്, 25,000 പോയിന്റ് 30,000 പോയിന്റ് കുറച്ച് ദിവസം കൊണ്ട് അവർക്കാണ്ട് എത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ അത്രയും വൈറലായിക്കൊണ്ടിരിക്കണേ കുട്ടികൾ കളിക്കാൻ ഭയങ്കര വീണ്ടും വീണ്ടും കളിക്കാൻ ഞാൻ അത് മാത്രമാണ് അവിടെ എയിം ചെയ്തിട്ടുള്ളത്. എല്ലാവരും 100% ഗെയിമിൽ ഇരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ചു നേരം നമുക്ക് എന്ത് ചെയ്യാം, ഗെയിം കളിക്കാനും കുട്ടികൾ കൊടുക്കണം. ഓക്കെ, ആ ഒരു ഗെയിം അവർക്ക് എന്താണ് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ കാര്യം മാത്രമാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ആകുമ്പോ എല്ലാ ആളുകൾക്കും എന്താവും, ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം തന്നെയാവും. അതുകൊണ്ടാണ് അത് ഒരു വൈറലായിട്ടുള്ള ഒരു ഗെയിമാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആംഗ്രി എന്നുള്ളൊരു ഗെയിം ഉണ്ട്, ഒരു അമ്പ് വയ്ക്കുന്നേ. പിന്നെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടുത്ത പ്രോജക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ജാക്ക് ബോട്ട്, ടെസ്റ്റ് ജാക്ക് ബോട്ട്, അതൊക്കെ നമുക്ക് ലൈവായിട്ട് ഉള്ളതാണ്. പിന്നെ നമുക്ക് നമ്മുടെ വെർച്വൽ വേൾഡിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്രയും പ്രോജക്റ്റുകളിൽ നിന്ന് പിന്നെ നമുക്ക് പറയാൻ വേണ്ടി ഏറ്റവും
പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇന്ന് പറയാൻ പറ്റിയ, അഭിമാനത്തോടു കൂടി പറയാൻ പറ്റിയ, നമുക്ക് സ്വന്തമായിട്ട് ടെസ്റ്റ് സ്പോർട്സ് എന്ന കമ്പനി ഉണ്ട്. ആ കമ്പനി എന്ത് വാങ്ങിച്ചിട്ടുണ്ട്? ഒരു ക്രിക്കറ്റ് ടീമിനെ വാങ്ങിച്ചിട്ടുണ്ട്. ആ ക്രിക്കറ്റ് ടീമിന്റെ പേരാണ് ബെൽജിയത്തിലെ ലീച്ച് റെഡ് ലയൺ എന്ന് പറഞ്ഞ ആ ഒരു പേര് നമുക്ക് നിശ്ചണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും പ്രോജക്റ്റുകൾ ഉള്ള ഒരു കമ്പനിയാണ്. ഇത്രയും പ്രോജക്റ്റുകളിൽ നിന്ന് കമ്പനിക്ക് എന്തുണ്ട്? റിട്ടേൺ വരുന്നുണ്ട്. ഈ റിട്ടേൺ വരുന്ന പൈസയാണ് ഞങ്ങൾ എന്ത് കൊടുക്കുന്നത്? ഓരോരുത്തർക്കും എല്ലാ ദിവസവും 0.7% മുതൽ 1.2% വരെ ഞങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ നടക്കുന്ന ഫ്ലസ്ട്രേഷൻ ആണ് ഞങ്ങൾ ഈ കൊടുക്കുന്നതിലും കാണിക്കുന്നത്. ഇവിടെ കൂടുമ്പോ നമ്മളെ ഡെയിലി കൊടുക്കുന്ന TP കൂടും. അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞു? കമ്പനിനെ പറ്റി പറഞ്ഞ്, പ്രോജക്ട് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞ്, നമ്മുടെ പ്ലാന് പറഞ്ഞ്, പിന്നെ നമ്മുടെ മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലെ പ്രൊജക്ടുകളെ കുറിച്ച് പറഞ്ഞു. ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നല്ല അറിവുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറയാണ്, നിങ്ങൾ മറ്റുള്ള കമ്പനിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കമ്പനിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. മറ്റുള്ള ആളുകൾ ചോദിക്കും ഒരു പക്ഷെ നമ്മളോട്, മറ്റോടത്ത് അങ്ങനല്ലേ കിട്ടുന്നത്, ഇവിടെ ഇങ്ങനല്ലേ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ പറയേണ്ട, ഒന്നും അതിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞു, എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല, പക്ഷെ ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് എനിക്ക് അറിവുണ്ട്. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം എന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ. കാരണം നമുക്ക് ഒരുപാട് ലീഡേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്ത് എടുത്തു തരുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും വളരെ ഭംഗിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാണ്, ഞങ്ങൾക്ക് ഇത് ഒരു 77 ദിവസം കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു 50 ദിവസത്തിന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ്. കാരണം നമ്മുടെ ടോപ്പ് 8 ലീഡേഴ്സ് കുറച്ച് താമസിച്ചിട്ടാണ് എന്ത് ചെയ്തത്? അവർ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു കമ്പനി രൂപകൽപ്പന ചെയ്ത് ഒരു അച്ചീവ്മെന്റ് എത്തിക്കുക എന്ന് പറഞ്ഞാല് അതിനും വലിയ ടാസ്ക് ലോകത്തിൽ വേറെ ഒന്നുമില്ല. അവിടുന്ന് വന്നിട്ട് അവര് വെട്ടി തെളിച്ച് അടിപൊളിയാക്കി സൂപ്പർ ആക്കി ഇട്ട് വന്നൊരു സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളുടെ അച്ചീവ്മെന്റ് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയത്. ഇപ്പൊ കുറച്ചും കൂടെ അച്ചീവേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ഇനി വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളിപ്പോ ഒരു 77 ദിവസം എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു 35 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മളെ കമ്പനി നമുക്ക് എന്നുള്ളത്. അത്രയും സിമ്പിൾ ആയിട്ട് നമ്മുടെ മാനേജ്മെന്റ്, നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ഓരോ പ്രോഗ്രാം വെച്ചിട്ട് നമ്മുടെ ആയുധത്തിന്റെ ഷാർപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ? നമ്മുടെ ആയുധം ഏതാണ്? നമ്മുടെ അറിവാണ്. നമ്മുടെ അറിവാണ് ഈ ഒരു മേഖലയിൽ നമ്മുടെ ആയുധം. ആ അറിവ് നമുക്ക് എപ്പോഴും കൂട്ടിക്കൊണ്ട് ഇരിക്കുന്ന ടീമാണ് നമ്മുടെ ടോപ്പ് 8 എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. അപ്പൊ അവർ അവരുടെ ഭാഗം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗവും വളരെ ഭംഗിയായിട്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ബിസിനസ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവ ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഗോവ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ അടിച്ചു കയറ്റാൻ പറ്റിയ ഒരു സമയമാണിത്. കാരണം ഞങ്ങളുടെ ഈ ടീം ഇത്രയും വലുതാവേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലേഷ്യൻ ട്രിപ്പാണ്. വളരെ സന്തോഷത്തോടു കൂടി പറയാണ്, ഞങ്ങൾക്ക് ടോപ്പ് 8 എന്ന് പറഞ്ഞ ടീം ഞങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുന്നത് 10 മലേഷ്യൻ ട്രിപ്പ് നിങ്ങൾ അടിക്കണം എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് 30 ദിവസം സമയം തരുന്നുണ്ട്, 10 മലേഷ്യൻ ട്രിപ്പുകൾ അടിക്കണം എന്ന് പറഞ്ഞത്. ഈ ഒരു പ്ലാന്റെ ബ്യൂട്ടി കൊണ്ടാണ് ഞങ്ങൾക്ക് അത് 20ലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. 20 മലേഷ്യൻ ട്രിപ്പ് അച്ചീവേഴ്സിനെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി 30 ദിവസം കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാണ്, ഈ ഒരു ഗോവ ട്രിപ്പ് അച്ചീവേഴ്സിന് ഞങ്ങൾക്ക് ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതും ദൈവാനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ ടീമിന്റെ പവർ കൊണ്ടും ഞങ്ങളുടെ ടീമിലുള്ള വിശ്വാസം കൊണ്ടും ഞങ്ങളത് ഏറ്റെടുത്ത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ പറഞ്ഞ അതേ സ്ഥലത്ത് ഞങ്ങൾ എത്തുന്നുള്ളത് 100% ഞങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇപ്പോ ഇന്ന് വളരെ സുഖമാണ്. കാരണം ഇപ്പൊ നമ്മുടെ ടീം ബിൽഡ് ചെയ്യാൻ പറ്റിയ, നമ്മുടെ റാങ്ക് അച്ചീവ് അല്ലെങ്കിൽ കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓഫറാണ് നമ്മുടെ ഗോവ ട്രിപ്പ് എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഒരു $3500 ബിസിനസ് ആണ് ഒരാൾ വന്നാൽ നമുക്ക് വരിക ക്രിയേറ്റ് ആവുക, അല്ലെ?
നമ്മളൊരു 10ഓ 20ഓ പേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാങ്കിന്റെ പൊസിഷൻ മാറും എന്നുള്ളതാണ്. അപ്പൊ ഓരോ സമയത്തും നമുക്ക് നല്ല നല്ല ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങള് കമ്പനി നമ്മളെ ലീഡേഴ്സ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ മുറുക്കി പിടിച്ച് എന്ത് ചെയ്യുക, നമ്മള് മുന്നോട്ട് പോവുക. കാരണം ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു കോട്ടാണ്, മഴ പെയ്യുമ്പോൾ പക്ഷികൾ തണൽ തേടി കൂടണയും. എല്ലാ പക്ഷികളുടെ അവസ്ഥയാണത്. ആ ഒരു പക്ഷിക്കൂട്ടങ്ങളില് ആ പക്ഷികളിൽ ഒരു പക്ഷിക്ക് ഒരു ഡിഫറൻറ് ഉണ്ട്. നമ്മുടെ പരുന്തിന് ഒരു വ്യത്യസ്ത ആറ്റിറ്റ്യൂഡാണ്. എല്ലാ പക്ഷികളും തണൽ തേടി കൂടണയുമ്പോ, മഴ പെയ്യാനായിട്ടുണ്ട് ഞാൻ വേഗം വീട്ടിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോ, അവിടെ പരുന്ത് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ആണ്. മഴയല്ലേ വരുന്നത്, മഴനെ തരണം ചെയ്ത് മഴയുടെ മുകളിൽ എനിക്ക് പറക്കാലോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ആ പരുന്തിനെ തോൽപ്പിക്കാൻ മഴയ്ക്ക് പറ്റൂല. ശരിയല്ലേ? മഴ പെയ്യുമ്പോ പക്ഷികൾ തണൽ തേടുമ്പോ പരുന്ത് മഴയെ തരണം ചെയ്ത് മേഘങ്ങൾക്ക് മുകളിൽ പറന്ന് മഴയെ തരണം ചെയ്യുന്ന പറയുന്നത്. മേഘങ്ങൾക്ക് മുകളിൽ പറന്ന് മഴയെ തരണം ചെയ്യും. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. കാരണം നമ്മൾ ഈ ഒരു പ്രതിസന്ധി വരുമ്പോ, ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ നമ്മൾ പേടിച്ച് വീട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാതെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നോക്കും. നിങ്ങൾക്ക് മിറാക്കിള് കാണാൻ കഴിയുന്നുള്ള സംഭവിച്ചിരിക്കും. അത് കാണാൻ നിങ്ങൾക്ക് കഴിയും. ഇത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് നല്ല നല്ല അറിവുകൾ ഉണ്ടാക്കുക, നിങ്ങളുടെ അറിവുകൾ കൂട്ടുക. ആ അറിവുകൾ നിങ്ങൾക്ക് ആത്മവിശ്വാസമായിട്ട് മാറട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അത് ഡാം ഷുവർ ആണ്. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെ ഞങ്ങൾ തന്നെ. ഞങ്ങളെ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ നല്ല നല്ല ലീഡേഴ്സിനെ കണ്ടിരുന്നു, ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകൾ. പക്ഷെ ഇന്ന് ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ആ ടോപ്പ് 8ന്റെ കൂടെ ചേർന്ന് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഞാനിപ്പോ ഇന്ന് ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയണം. അതുപോലെ തന്നെ എസ്പെഷ്യലി ഞങ്ങളുടെ RR ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനും. കാരണം അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞുള്ളത്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ, അതിന് സർവശക്തി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു അജിത് സാർ. എന്താ പറയാ, അതിലിനിയിപ്പോ ഒന്നും പറയാനില്ല. കാരണം കമ്പനി എന്താണെന്നും മാനേജ്മെന്റിനെ കുറിച്ചിട്ടും കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ അജിത് സാർ ഇപ്പൊ പറഞ്ഞു തന്നു. പ്രൊജക്ട് എന്താണ്, എങ്ങനെ നമ്മുടെ ബിസിനസ് കൊണ്ടുപോകണം, ബിസിനസ്സുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഒന്നുമില്ല. എ മുതൽ സെഡ് വരെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സാറ് പറഞ്ഞു. എന്തായാലും താങ്ക് യു സാർ. ഒന്നും കൂടെ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് താങ്ക് യു അറിയിക്കണം. എന്തായാലും ഇനിയിപ്പോ അധികം ഒന്നും സംസാരിച്ചിട്ടില്ല, ടൈമില്ല, ഒന്നാമത്തെ പ്രശ്നം. എന്തായാലും ഇത്രയും നേരം നിന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പന്റിനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു.